ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 സുവോളജി ക്ലാസ്സിലെ ഒരു ഭാഗമായ അതുപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസിലെ ക്വസ്റ്റ്യൻസ് വരുന്നതുമായ ഒരു ഭാഗമാണ് പ്ലാന്റ് കിങ്ഡം. അപ്പോൾ നമുക്കറിയാം വിറ്റാഗർ ക്ലാസിഫൈ ചെയ്തപ്പോൾ അതിലൊരു ഗ്രൂപ്പാണല്ലേ പ്ലാന്റ് എന്ന് പറയുന്നത്. ആ പ്ലാന്റ് എന്നുള്ള ഗ്രൂപ്പിനെ പറ്റിയാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് എന്നുള്ള ഗ്രൂപ്പിനെ തന്നെ പിന്നെ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഒരുപാട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പല തരത്തിലുള്ള സവിശേഷതകളും ബേസ് ചെയ്തിട്ട് അതിൽ ഒരു ക്ലാസിഫിക്കേഷനാണ് ഐക്ലറിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഐക്ലർ പ്ലാന്റ് കിങ്ഡത്തിനെ ക്ലാസിഫൈ ചെയ്തത് അതിൻ്റെ ഫ്ലവറിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് 2 ഗ്രൂപ്പായി തിരിച്ചു. ഒന്ന് ക്രിപ്റ്റോഗ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോൺ ഫ്ലവറിങ് ആയിരിക്കും, അതുപോലെ സീഡ്ലെസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും. ക്രിപ്റ്റോഗ്യാം മീൻസ് നോൺ ഫ്ലവറിങ് ആൻഡ് സീഡ്ലെസ് പ്ലാന്റ്സ്. അതേസമയം ഫെനറോഗ്യാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവറിങ് ആയിട്ടുള്ള സീഡ് ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആയിരിക്കും. അപ്പോൾ ഐക്ലർ ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയാണ്? പ്ലാന്റ് കിങ്ഡത്തിൻ്റെ 2ആയി ഡിവൈഡ് ചെയ്തു, ക്രിപ്റ്റോഗ്യാംസും ഫെനറോഗ്യാംസും. ഓക്കെ, ഇനി ഈ നമ്മുടെ ഈ പ്ലാന്റ് ബോഡിയുടെ ബേസ് ചെയ്തിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്തു. ക്രിപ്റ്റോഗ്യാമസിനെ പിന്നെയും ഡിവൈഡ് ചെയ്തു. താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ടായിരിക്കില്ലേ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതെ, താലോഫൈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്ലാന്റ് ബോഡി താലസ് ലൈക്ക് ആയിരിക്കും. അതിൽ പിന്നെ പ്രത്യേകിച്ച് റൂട്ട്, സ്റ്റമ്മ്, ലീഫ് ഒന്നും ഉണ്ടാവില്ല. ബോഡി കംപ്ലീറ്റ് ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. അത്തരം ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് താലോഫൈറ്റ, അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡിയുള്ള ആൾക്കാർ. ഇനി രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് നോക്ക്, ബ്രയോഫൈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായി ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ എന്ത് കാണാം? റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ്, സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഒക്കെ കാണും. പക്ഷേ ഏറ്റവും മെയിനായിട്ടുള്ള സൈലം, ഫ്ലോയം പോലെയുള്ള വാസ്കുലാർ സ്ട്രക്ചേഴ്സ് ബ്രയോഫൈറ്റയിൽ ആബ്സെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു മൂന്നാമത്തെ ഗ്രൂപ്പില്ലേ, ടെറിഡോഫൈറ്റ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രൂപ്പാണ്. അപ്പോൾ അവരിൽ കൃത്യമായിട്ടുള്ള റൂട്ടും സ്റ്റെമ്മും ലീഫും ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ വാസ്കുലാർ ടിഷ്യൂസ് ആയിട്ടുള്ള സൈലവും ഫ്ലോയും കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ക്രിപ്റ്റോഗ്യാംസിനെ 3ആയി തിരിച്ചു: താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ. ഇതിൽ ടെറിഡോഫൈറ്റയിലാണ് വാസ്കുലേച്ചറൊക്കെ കാണാൻ വേണ്ടി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ടെറിഡോഫൈറ്റനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വാസ്കുലാർ ക്രിപ്റ്റോഗ്യാംസ്. മനസ്സിലായില്ലേ? ഇനി നമുക്കിതിലെ ആദ്യത്തെ ഗ്രൂപ്പിനെ എടുക്കാം, താലോഫൈറ്റിനെ നമ്മൾ പിന്നെയും ഡിവൈഡ് ചെയ്തെടുത്തു: ആൽഗെ, ഫംഗസ്, ലൈക്കൻ. ഓക്കെ, ഈ ആൽഗയും ഫംഗസും ലൈക്കനും തമ്മിലുള്ള ഡിഫറൻസ് അറിയോ നിങ്ങൾക്ക്? ആൽഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള താലോഫൈറ്റ് ആയിരിക്കും. 3 ആളും താലോഫൈറ്റ്സ് തന്നെയാണ്. 3 പേർക്കും അൺഡിഫറൻഷ്യേറ്റഡ് പ്ലാന്റ് ബോഡിയാണ്. പക്ഷെ അതിൽ തന്നെ പിഗ്മെൻ്റ് ഇല്ലാത്ത ആൾക്കാരാണ് ഫംഗസ് എന്ന് പറയുന്നത്, നോൺ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള താലോഫൈറ്റ്. അതേസമയം പിഗ്മെൻ്റ് ഉള്ള ആൾക്കാർ എന്തെങ്കിലും തരത്തിൽ റെഡോ ഗ്രീനോ ബ്രൗണോ യെല്ലോ എന്തെങ്കിലും കളറുള്ള ആൾക്കാരായിരിക്കും ആൽഗെ എന്ന് പറയുന്നത്. ഇനി ലൈക്കൻ എന്ന് പറയുന്നത് ഈ ആൽഗയുടെയും ഫംഗസിൻ്റെയും ഒരു അസോസിയേഷൻ, ഒരു യൂണിയൻ, ഒരു ഗ്രൂപ്പിംഗ് ആയിരിക്കും ഏത് ലൈക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ താലോഫൈറ്റ 3 തരത്തിലുണ്ട്: ആൽഗെ, ഫംഗസ്, ലൈക്കൻ. ഇതേപോലെ മറ്റൊരു ഗ്രൂപ്പില്ലേ നേരത്തെ പറഞ്ഞ ഫെനറോഗ്യാംസ്, ക്രിപ്റ്റോഗ്യാംസിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായ ഫിനറോഗ്യാംസ് എന്താ നമ്മൾ പറഞ്ഞത്? സീഡ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലേ. ഈ ഫെനറോഗ്യാംസിനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ജിംനോസ്പേംസും ആൻജിയോസ്പേംസും. ജിംനോസ്പേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേക്കഡ് സീഡ് പ്ലാന്റ്സ് ആയിരിക്കും. അതേസമയം ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ കവേർഡ് സീഡ് പ്ലാന്റ്സ് ആയിരിക്കും. പിന്നെയും ഡിവിഷൻ നടന്നിട്ടുണ്ട് ഐക്ലറിൻ്റെ ക്ലാസിഫിക്കേഷനിൽ. അതായത് ആൻജിയോസ്പേംസിനെ ഇവർ പിന്നെ ഡിവൈഡ് ചെയ്തു: മോണോകോട്ട്സും ഡൈക്കോട്ട്സും. മോണോകോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോകോട്ട്, ഒരു കോട്ടിലിടാൻ മാത്രമുള്ള ആൾക്കാർ. ഓക്കെ, ഡൈക്കോട്ട്സ് പറയുമ്പോൾ 2 കോട്ടിലിടാനുള്ള ആൾക്കാർ. ഇതിൽ മോണോകോട്ട്സിന് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആയിരിക്കും, പാരലൽ വീനേഷൻ ആയിരിക്കും ലീഫിൽ കാണുന്നത്. അതേപോലെ ഡൈക്കോട്ട്സിന് ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും, റെറ്റിക്കുലേറ്റ് വീനേഷൻ ആയിരിക്കും. ഇനി വേറെ 2 ടേംസും കൂടി പറയാം. എംബ്രിയോഫൈറ്റ എന്ന് പറയുമ്പോൾ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ.
അപ്പോൾ ഈ ബ്രയോഫൈറ്റ മുതലുള്ള എല്ലാ ആൾക്കാരിലും ഹയർ ഗ്രൂപ്പിലും എംബ്രിയോ ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എംബ്രിയോഫൈറ്റയിൽ വരുന്ന ആൾക്കാർ ചിലപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അതായത് ഇതിലേതാണ് എംബ്രിയോഫൈറ്റ അല്ലാത്തത്, എംബ്രിയോഫൈറ്റ്സിൽ പെടാത്തത് ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ ഓർത്ത് വെക്കുക, എംബ്രിയോഫൈറ്റ്സിൽ വരുന്ന ആൾക്കാരാണ് ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. പക്ഷേ ട്രക്കിയോഫൈറ്റ്സിൽ വരുന്ന ആൾക്കാരാണ് ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. അതായത് ബ്രയോഫൈറ്റ എന്നുള്ള ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന് എന്തില്ല, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ഇല്ല, സൈലോം ഫ്ലോയും ഇല്ല. അതുകൊണ്ട് അവർ ട്രക്കിയോഫൈറ്റ്സിൽ ഉൾപ്പെടുന്നില്ല. ആ കാര്യം ഓർത്ത് വെക്കുക, ട്രക്കിയോഫൈറ്റ്സും എംബ്രിയോഫൈറ്റ്സും. ഇതാണ് ടോട്ടൽ പ്ലാൻ കിങ്ഡത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ പറഞ്ഞത്. രണ്ടായി ഡിവൈഡ് ചെയ്തു, ക്രിപ്റ്റോഗ്യാംസും ഫെനറോഗ്യാംസും. ക്രിപ്റ്റോഗ്യാംസിനെ മൂന്നായി ഡിവൈഡ് ചെയ്തു, താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ. ഇനി ഫെനറോഗ്യാംസിനെ ഡിവൈഡ് ചെയ്തു, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. പിന്നെയും ഡിവിഷൻസ് വരുന്നുണ്ട്. ആൽഗെ, ഫംഗസ്, ലൈക്കനൊക്കെ താലോഫൈറ്റയിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ആൻജിയോസ്പേംസിൽ വരുന്ന ആൾക്കാരാണ് മോണോകോട്ടും ഡൈക്കോട്ടും. ഇതിൽ നമുക്ക് ഓരോ ഗ്രൂപ്പിനെ എടുത്ത് പഠിച്ചാലോ? ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കപ്പോൾ ആൽഗേനെ പറ്റി നോക്കാം. ആൽഗെ എന്ന് പറഞ്ഞാൽ താലോഫൈറ്റ് ആണല്ലേ, പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള താലോഫൈറ്റ്സിനെയാണ് നമ്മൾ ആൽഗെ എന്ന് പറഞ്ഞത്. ഈ ആൽഗേനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഫൈക്കോളജി, ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ആൽഗെ, ഫൈക്കോളജി. ഈ ഫാദർ ഓഫ് ഫൈക്കോളജി എന്ന് പറയുന്നത് ഫ്രിഡ്ജാണ്. അതുപോലെ ഫാദർ ഓഫ് ഇന്ത്യൻ ഫൈക്കോളജി എന്ന് പറയുന്നത് MOP അയ്യങ്കാർ. ഓക്കെ, ഫൈക്കോളജി ഫ്രിഡ്ജ്, MOP അയ്യങ്കാർ. കൂടുതലായും ഈ ആൽഗയൊക്കെ വാട്ടർ ഹാബിറ്റാറ്റിലുള്ളവരായിരിക്കും. എന്നാൽ അതിന് പുറമെ മറ്റുള്ള ആനിമൽസിൻ്റെ പുറത്തും സാൾട്ടി ഏരിയാസിലും റോക്സിൻ്റെ പുറത്തും ഒക്കെ ഉള്ള ആൾക്കാരും ഉണ്ട്. എന്നാലും മോസ്റ്റ്ലി വരുന്നതായിരിക്കും വാട്ടറായിരിക്കും ദെയർ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൽഗെ എന്നാലും നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വരുന്ന ആൽഗയല്ലേ, കുറച്ച് ക്ലാമിഡോമോണസ്, വോൾബോക്സ്, ക്ലാഡോഫോറ, കാര, അങ്ങനത്തെ കുറച്ച് ആൾക്കാരായിരിക്കും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക. പക്ഷേ അതിന് പുറമെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള, ഒരുപാട് ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ആൽഗയുണ്ട്. സീറോഫൈറ്റിക് കണ്ടീഷനിൽ, ഡെസേർട്ട് കണ്ടീഷനിൽ നിലനിൽക്കുന്ന ആൽഗെ വരെയുണ്ട്. അതുപോലെ മറ്റുള്ള ആനിമൽസിൻ്റെയൊക്കെ മുകളിൽ, റോക്സിൻ്റെ മുകളിൽ, പ്ലാൻ ബോഡിയുടെ മുകളിലൊക്കെ ഉണ്ടാകുന്ന ആൽഗയുണ്ട്. നമ്മൾ വാട്ടറിലുള്ള ആൽഗെ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ മറൈൻ ആൽഗയുണ്ട്, ഫ്രഷ് വാട്ടർ ആൽഗയുണ്ട്, അങ്ങനെ ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട് ആൽഗയിൽ. ഇനി ആൽഗയുടെ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് എന്താ, ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമിറ്റോഫൈറ്റ് ആണ്. അത് അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക, ഹാപ്ലോയിഡ് ഗാമിറ്റോഫൈറ്റ് ആണ് ആൽഗയുടെ പ്ലാൻ ബോഡി. ചിലപ്പോൾ എന്താവാം, യൂണിസെല്ലുലാർ ആവാം, മൾട്ടി സെല്ലുലാർ ആവാം, ഫ്ലജലേറ്റഡ് ആവാം, നോൺ ഫ്ലജലേറ്റഡ് ആവാം, അഗ്രിഗേറ്റ് ചെയ്ത് കോളനി ഫോം ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് ആവാം, അൺബ്രാഞ്ച്ഡ് ആവാം, സൈഫണസ് ആവാം, ചിലപ്പോൾ പാരൻകൈമാസ് പ്രസൻ്റ് ആവാം, ഫിലമെൻറ്റ്സ് ഫോം ചെയ്തിട്ടുണ്ടാവാം, ഗ്രൂപ്പ് ഉണ്ടാവാം, ബ്രാഞ്ച് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അങ്ങനെ പല തരത്തിലുള്ള ഡിഫറൻസ്, പല ഡൈവേഴ്സ് ഫോംസിൽ നമുക്ക് ആൽഗയുടെ പ്ലാൻ ബോഡി കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇനി ന്യൂട്രീഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ആൽഗയ്ക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് ക്ലോറോഫിൽസ് പ്രസൻ്റ് ആയിരിക്കും. ക്ലോറോഫിൽ AO BO CO DO ആയിട്ടുള്ള ആൾക്കാർ പ്രസൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പിഗ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ഓട്ടോട്രോഫിക്, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും, ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും, ഫുഡ് ഉണ്ടാക്കും. അതുപോലെ വല്ല റെയർ കേസസിൽ മാത്രമേ ഇത്തരത്തിലുള്ള ആൾക്കാർ പാരസൈറ്റിക് ആയിട്ടുള്ള ആൾക്കാരുള്ളൂ. ഈ പിഗ്മെൻറ്റ്സ് പറയുമ്പോൾ ക്ലോറോഫിലിന് പുറമേ അവർക്ക് ഫൈക്കോസയനിനും ഫൈക്കോ എറിത്രിനും ഒക്കെ കാണുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റീപ്രൊഡക്ഷൻ. അടുത്ത ജനറേഷൻ ഉണ്ടാക്കുന്ന റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇവരിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. 3 മോഡ് ഓഫ് റീപ്രൊഡക്ഷനും ആരിൽ കാണുന്നുണ്ട്, ആൽഗയിൽ കാണുന്നുണ്ട്. അതിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെയിനായിട്ട് നടക്കുന്നത് ജെമ്മെ ഫോം ചെയ്യുന്നുണ്ട്, ട്യൂബേഴ്സ്, ബഡ്ഡിങ്, ഫിഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ. ഇവരുടെ പ്ലാൻ ബോഡിയിൽ നിന്ന് ഫ്രാഗ്മെൻറ്റ്സ് പോയി പുതിയൊരു ആൽഗ ഉണ്ടായി വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു തരത്തിലൊക്കെ ഇവരിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതായത് അവരുടെ ബോഡിയിൽ വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്ന് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 2 ഗാമീറ്റ്സ് ഉണ്ടാവില്ല, ഒരേ ഒരു പ്ലാൻ ബോഡി, ഒരു ഗാമീറ്റ് വെച്ചിട്ടുണ്ടാവുന്ന റീപ്രൊഡക്ഷൻ. മാത്രമല്ല ഈ റീപ്രൊഡക്ഷനിൽ കൂടുതലായിട്ടും സ്പോർസ് വഴിയായിരിക്കും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ചില സ്പോർസാണ് സൂസ്പോർസ്, അപ്ലാനോസ്പോർസ്,
എൻഡോസ്പോർസ്, എക്സോസ്പോർസ്, ഹിപ്നോസ്പോർസ്, മോണോസ്പോർസ് ഒക്കെ വരുന്നത്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ 3 ടൈപ്പിലാണ് ആൽഗയിൽ കാണുന്നത്. ഐസോഗാമി, അനൈസോഗാമി, ഊഗാമി. ഐസോഗമി ഒരുപോലെ എന്നുള്ളൊരർത്ഥം വരുന്നില്ലേ, അതായത് 2 ഗമീറ്റല്ലേ ഇവിടെ ഫ്യൂസ് ചെയ്യുന്നത്. ആ 2 ഗമീറ്റും മോർഫോളജിക്കലി ഫിസിയോളജിക്കലി സിമിലർ ആയിരിക്കും, കാണാനും ഫങ്ഷനിലും ഒക്കെ അവർ സിമിലർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ ഐസോഗമി എന്ന് പറയും. എല്ലാ ആൽഗയിലും ഐസോഗമി അല്ല നടക്കുന്നത്, അനൈസോഗമി ഉണ്ട്. അനൈസോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർഫോളജിക്കലിയോ അല്ലെങ്കിൽ ഫിസിയോളജിക്കലിയോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി മൂന്നാമത്തെ ഊഗമിയിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മോർഫോളജിക്കലിയും ഡിഫറെൻ്റ് ആയിരിക്കും, അവർ ഫിസിയോളജിക്കലിയും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് എഗ്ഗും സ്പേമും. എഗ്ഗ് മോട്ടയിലല്ല, അതിന് മോട്ടയിൽ സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല. അതേസമയം സ്പേം ചെറുതായിരിക്കും, മോട്ടയിൽ സ്ട്രക്ചേഴ്സൊക്കെ കാണും. ഓക്കെ. കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ സ്റ്റേജാണ് ഈ ഊഗമി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാനുള്ളത് ചില എക്സെപ്ഷണൽ കേസസ്, അതുപോലെ സ്പെഷ്യൽ സ്ട്രക്ചേഴ്സൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവരുടെ പേര് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. എക്സെപ്ഷണൽ കേസ് എന്ന് പറയുമ്പോൾ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആന്തരീഡിയും ഊഗോണിയും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ്, മെയിൽ റീപ്രൊഡക്റ്റീവ്, അത് യൂണിസെല്ലുലാർ ആയിട്ട് കാണുന്ന ആൾക്കാരാണ്. ഊഡോഗോണിയം, ഇത് കേട്ടറ്റിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. യൂണിസെല്ലുലാർ ആന്തരീഡിയം ആൻഡ് ഊഗോണിയം പ്രസൻറ്റ് ഇൻ വിച്ച് ആൽഗെ? ഊഡോഗോണിയം. അതുപോലെ സ്പെഷ്യലായിട്ടുള്ള ചില റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. സർഗാസത്തിലൊക്കെ കാണുന്ന കോൺസെപ്റ്റുകൾ, ക്യാരയിൽ കാണുന്ന ഗ്ലോബ്യൂള്, ന്യൂക്യൂള്, പിന്നെ അതുപോലെ സ്പെഷ്യൽ ടൈപ്പായിട്ടുള്ള ഒരു കോൺജുഗേഷൻ ഫോം ചെയ്യുന്നുണ്ട് റീപ്രൊഡക്ഷൻ്റെ ടൈമിൽ. ആരിൽ? സ്പൈറോഗൈറ. ആ 3 ഓർത്തേക്കാം. ഇനി ആൽഗയെ തന്നെ 3ആയി പിന്നെ ഒരുപാട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ വരുന്ന 3 ഗ്രൂപ്പാണ് ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.